ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ തുടർന്ന് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷഭീതി പകരുന്നു. ഖമീനി കൊല്ലപ്പെട്ടതായി സൂചനകളുണ്ടെന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയതായും ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെട്ടു. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും ഖമീനി പൂർണ്ണ ആരോഗ്യവാനായി സുരക്ഷാ കേന്ദ്രത്തിൽ ഉണ്ടെന്നും ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. വാർത്താസമ്മേളനത്തിലാണ് നെതന്യാഹു ഖമേനിയുടെ മരണത്തെക്കുറിച്ച് വിവാദ പ്രസ്താവന നടത്തിയത്. ഇറാനിലെ ഏകാധിപതി കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്നു, അതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ പുറത്തുവരുന്നുണ്ട് എന്നായിരുന്നു നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ഇതിന് പിന്നാലെ ഇസ്രയേലിൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് ഖമേനിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ വൈകാതെ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാതെ വന്നതോടെ ഇറാൻ ജനതയെ മാനസികമായി തകർക്കാനുള്ള ശത്രുവിൻ്റെ നീക്കമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഖമേനി ജീവനോടെയുണ്ടെന്നും ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വീഴരുതെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ ഖമേനിയുടെ ഓഫീസിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണം മുൻകൂട്ടി കണ്ട് അദ്ദേഹം ടെഹ്റാനിന് പുറത്തുള്ള അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നാണ് സൂചന.